ശ്രീകണ്ഠൻ നായർ എഴുതിയ ലങ്ക ലക്ഷ്മി എന്ന നാടകത്തിലെ ലാസ്റ്റ് ബിറ്റിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ഇവിടെ ധന്യ അവതരിപ്പിച്ചത്. ചോദിക്കാം, സിതാര ചേച്ചി. മണ്ടോദരി നന്നായിരുന്നു. ഉള്ള ഇന്ററാക്ഷൻ വാസ് കാഷ്വൽ ആൻഡ് നൈസ്. ലുക്ക് വൈസ് നന്നായിരിക്കുന്നു. ഗെറ്റപ്പ് നൈസ്. ആ സ്ക്രിപ്റ്റിന്റെ ആ കയ്യിൽ പിടിച്ച പേപ്പർ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ആ ആദ്യം ഇരുന്നിട്ടാണല്ലോ പെർഫോമൻസ്. അപ്പൊ അതിൽ ആ രാവണന്റെ ലുക്ക് ഉണ്ടല്ലോ. നമ്മൾ ഒരാള് നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഹൈറ്റ് ഉണ്ട്, ഒരാള് നിൽക്കുമ്പോൾ ആ ഹൈറ്റ് ഉണ്ട്. ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എവേ ലുക്കാണ് പോയത്. ആൻഡ് രാവണൻസ് ലുക്ക് വാസ് വെരി. അപ്പൊ ഇപ്പൊ രാവണൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുന്ന പോലെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ദാറ്റ് ക്യാരക്ടർ ഇസ് നോട്ട് ദെയർ. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാനിങ്ങനെ രാവണനെ എവിടെയൊക്കെ തേടും എന്നുള്ള ഒരു സ്ഥിതിയിലായിരുന്നു. മുകളിൽ ആകാശത്തോട്ടൊക്കെ ഞാൻ നോക്കേണ്ടി വന്നു രാവണനെ. എന്താ പറയാ, ഇവിടുന്ന് ഒരു 10 തലയില്ലേ ആണെന്നാലും ആ തലയ്ക്ക് ഒരു ലെവലില്ലേ. ഇവിടുന്ന് ഒരു ക്യാരക്ടർ വന്നിട്ട് മറ്റേ കുംഭൻ നഷ്ടമായി എന്ന് പറയണില്ല. അത് കുംഭകർണന്റെ ഇതല്ലേ. അത് കുംഭകർണൻ മരിച്ചു എന്നുള്ള അപ്പൊ ഒരാള് മരിച്ചു എന്നുള്ളപ്പോ അതിന്റെ ഒരു മരിച്ചു എന്ന് ഓൾറെഡി അറിയാവുന്നതാണ്. അത് ഈ രംഗത്തില് രാവണൻ ഇതിന് തൊട്ട് മുമ്പിലത്തെ ഡയലോഗ് പറയുന്നത് കുംഭൻ നഷ്ടമായതുകൊണ്ട് എനിക്ക് ഇനി ആരും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. എന്നാലും ആ നഷ്ടമായി എന്നുള്ള നമുക്കത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം നമ്മളത് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റിയാക്ഷനിൽ നിന്ന് വേണം അടുത്തത് ആ ഒരു ഇത് എടുത്തിട്ട് വേണം ഇദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാൻ മുമ്പുള്ള ചേഞ്ച് ഓവേഴ്സ് വരണം. അതവിടെ ഇത് ചെയ്തില്ല. അത് ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ബട്ട് ഫസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമില് ധന്യയുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. യു ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വിട്ടുപോയതാണ്, ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. റാഞ്ചിനിയായിട്ടുള്ള ഇന്ററാക്ഷൻ നന്നായിരുന്നു. കോസ്റ്റ്യൂം സെലക്ഷൻ ഇസ് ഗുഡ്. അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ദർ ഇസ് എൻ എഫേർട്ട്. പിന്നെ നല്ല സെലക്ഷൻ. ലങ്കാലക്ഷ്മിയുടെ ശ്രീകണ്ഠൻ നായരുടെ ഏത് നാടകത്തിന് ഏതെടുത്താലും നല്ലത് തന്നെയാണ്. അപ്പൊ ആ ഒരു സെലക്ഷൻ ഓഫ് ലങ്കാലക്ഷ്മി വാസ് ഗുഡ്. പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. ഒരുപാട് നമ്മൾ കയറിയിട്ടുണ്ട് അവിടുന്ന് കേട്ടോ. പിന്നെ എഴുന്നേറ്റത് ഇവിടുന്ന് എഴുന്നേറ്റില്ല. ആദ്യത്തത് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്യണം. അത് ചെയ്തോ? അത് ചെയ്തില്ല. അത് നമുക്ക് മനസ്സിലായി. പിന്നെ നികുംഭിലയില് അത് ടാക്കിൾ ചെയ്തത് ശരിയായില്ല. നികുംഭിലെ എന്നുള്ളത് കുറച്ചുകൂടി അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ലേ? ആ ഹെസിറ്റേഷൻ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. സംശയം വന്നു അല്ലെ? ഒരു സംശയം വന്നോളൂ. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സംശയം തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വന്നു അല്ലെ? അത് പറയണത് ഇപ്പൊ സംശയം വരിക എന്ന് പറഞ്ഞാൽ ഡയലോഗിൽ സംശയം വരികയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ആക്ച്വലി സ്ക്രിപ്റ്റ് ഞാൻ നോക്കാൻ മറന്നോ എനിക്കൊരു സംശയം വന്നു. പിന്നെ രാവണന്റെ എക്സിറ്റ് അതും ഈ പറഞ്ഞ പോലെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ രാവണൻ പറന്നുപോയി. ഐ റിയലി ഫീൽ പ്രൗഡ്. കാരണം അത് ആ പ്രൗഡ് എനിക്ക് വരാൻ കാരണം ധന്യയുടെ കയ്യിൽ നിന്ന് വന്ന എഫേർട്ടാണ്. അതിനുവേണ്ടി പണിയത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് പ്ലീസ്. ഇതുപോലെ വേണം പ്ലേകൾ സെലക്ട് ചെയ്യാൻ. നമ്മളുടെ മറ്റൊക്കെ ഇണങ്ങുന്ന പ്ലേകൾ സെലക്ട് ചെയ്യും. ലങ്കാലക്ഷ്മി എന്തുകൊണ്ടും യോജ്യമാണ്, നല്ല നാടകമാണ്. ഇത് അവതരിപ്പിക്കുന്ന ധന്യയ്ക്ക് പറ്റുന്ന ഒരു കഥാപാത്രത്തെയൊക്കെ കണ്ടെത്താൻ പറ്റുന്ന അത് നല്ല സെലക്ഷനാണ്. അവിടെ തന്നെ അതിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിന്റെ എല്ലാം സാധ്യമായിരിക്കുന്നു. ഇപ്പൊ ഈ ലങ്കാലക്ഷ്മി പോലൊരു പ്ലേയുടെ ബേസിക് ക്വാളിറ്റി, അതിനകത്തൊരു കവിതയുണ്ട്, പോയട്രി. ആ പോയട്രിയാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ഓർക്കണം. അതെങ്ങനെ കൊണ്ടുവരാം? അപ്പം നമ്മൾ അതിന്റെ ഋതം എങ്ങനെയാണ്? ഒരു ഭാഷയ്ക്ക് അതിന്റെ ഒരു ഋതം, അതിന്റെ ഫീലിങ്സിന് അതിന്റെ ഒരു ഋതം, ഒരു താളം. അപ്പം അത് ഞാൻ പറയാൻ കാര്യം, ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളിന്റെ ഉള്ളിൽ ഈ താളബോധം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അതുകൊണ്ടാണ് ലാസ്റ്റ് പോർഷൻസ് മൊത്തത്തിൽ ഞാൻ വീക്കായിരുന്നു എന്നൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം ഒരു പെർഫോമറായി വരാൻ നമുക്ക് തോന്നുന്നു എന്നുള്ളത് തന്നെ മാർക്ക് കിട്ടേണ്ട വലിയ കാര്യമാണ്. പിന്നെ ഈ ചെയ്ത എഫർട്ട് നന്നായിരിക്കും. Thank you, sir. Keep it up. Thank you very much, judges. And not to forget,
ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഈ വേദിയിൽ. ആൻഡ് അതിൽ തന്നെ ഗ്രൂമിങ്ങിൽ നിന്നും ഇവിടെ നിന്ന് നമ്മൾ കണ്ട പെർഫോമൻസിൽ വന്നൊരു മാറ്റം അത് മുരളിച്ചേട്ടന്റെ വാക്കുകളിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. സോ ഗുഡ് ജോബ്. മാർക്സ് അത് റിഫ്ലക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരിലേക്ക് തിരിച്ചു പോകുന്നു. മുരളിച്ചേട്ട 25. 20 മാർക്ക്. ചന്ദ്രൻ സർ സെയിം 20 മാർക്ക്. 20. ആൻഡ് സിതാര ചേച്ചി 20. 20, 20, 20, 60. 60 മാർക്സ് ആണ്, which is a great start. നല്ലൊരു തുടക്കം തന്നെയാണ്. സോ ഇനി ഇത് പിടിച്ച് മുന്നോട്ട് കയറാം, മുകളിലേക്ക് കയറാം അല്ലെ. അപ്പൊ ഇനി 2 റൗണ്ട്സ് ബാക്കിയുണ്ട് ഈ ഫസ്റ്റ് സ്റ്റേജില്. ധന്യനെ അതിൽ വേണ്ടി വ്യത്യസ്തമായ പെർഫോമൻസസ് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.